ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഉഴുന്നുവടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പലരും ഉണ്ടാക്കുമ്പോൾ ഒട്ടും സോഫ്റ്റ് ആവാറില്ല, ഷേപ്പ് കിട്ടാറില്ല എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ളവർ ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഹോട്ടലുകളിലൊക്കെ മാസമായിട്ട് ഗ്രൈൻഡറിൽ അരയ്ക്കുമ്പോൾ കിട്ടുന്ന സോഫ്റ്റ്നെസ് നമുക്ക് വീട്ടിൽ മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ കിട്ടാൻ പാടായിരിക്കും. എങ്കിലും ഒരുവിധം തരക്കേടില്ലാത്ത സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് ഈ മെത്തേഡ് ഒന്നിനി കണ്ടു നോക്കൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് ഉഴുന്ന് ഞാൻ നല്ലപോലെ കഴുകിയതിന് ശേഷം 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർക്കാനായിട്ട് വെച്ചിരുന്നു. ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളയാം. അപ്പോൾ ഇതുപോലൊരു അരിപ്പയിലേക്ക് ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്ത് നോക്കാം. കണ്ടോ, ഇതിപ്പോൾ അധികം അരഞ്ഞിട്ടില്ല. ഉഴുന്നൊക്കെ കുറേ അതുപോലെ തന്നെ കിടക്കണോണ്ട് എന്നാൽ പകുതി അരഞ്ഞിട്ടുമുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഞാനൊരു 2 ടീസ്പൂൺ വെള്ളം കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പാടായിരിക്കും. അപ്പോൾ അതാ ഞാനിങ്ങനെ അരച്ചപ്പോൾ ഇപ്പം നല്ല സോഫ്റ്റായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള എല്ലാം നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം കൂടിപ്പോവാണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇനിയിത് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും നല്ലപോലെ സ്പീഡിൽ മിക്സ് ചെയ്തിട്ട് മാവിനൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. പക്ഷേ ഞാൻ ഇന്ന് ഇതിനെ ഫെർമെൻറ്റ് ചെയ്തെടുക്കാനാണ് പോണത്. അപ്പോൾ ഈ മെത്തേഡ് ട്രൈ ചെയ്തപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയത്. അപ്പോൾ ഇതൊന്ന് ഫെർമെൻ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 8 മണിക്കൂർ അടച്ചു വയ്ക്കുകയാണ്. ഇപ്പോൾ അതാ 8 മണിക്കൂറിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കട്ടെ. കണ്ടോ, മാവൊക്കെ അത്യാവശ്യം ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റും ഇപ്പോൾ ഫ്ലഫി ആയിട്ട് ഇരിക്കുന്നുണ്ട് മാവൊക്കെ. അപ്പോൾ മഴയുള്ള സമയമാണെങ്കിൽ ഒരു 8 മണിക്കൂറൊക്കെ ഇതുപോലെ വെക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒരു 6 മണിക്കൂറിനുള്ളിലൊക്കെ നല്ലപോലെ ഫെർമെൻ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഉഴുന്നുവട റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മാവിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പൊക്കെ ഇതുപോലെ ഉണ്ടാക്കുന്ന സമയത്ത് ചേർക്കുകയായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഒരു കനപ്പ് വരും ഈ മാവിനൊക്കെ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഒരു മീഡിയം സൈസുള്ള സബോള ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് ജസ്റ്റ് ഒന്ന് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. സബോളയൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ അധിക നേരം വെക്കരുത്, ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ഇനി ഇതൊന്ന് ക്രിസ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 2.5 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിട്ടതിന് ശേഷം വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ഒരുവിധം നല്ലപോലെ മിക്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഉഴുന്നുവട റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ 2 കൈയും ആദ്യം നല്ലപോലെ ഒന്ന് വെറ്റാക്കി എടുക്കുക. അതിന് ശേഷം ഇതിൽ നിന്ന് ഒരു ചെറിയ ബോളിൻ്റെ വലുപ്പത്തിൽ ഒരു ഉരുള എടുക്കുക. അപ്പോൾ കൈയൊക്കെ നനച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഉരുള എടുക്കുമ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാണ്ട് നല്ല രീതിയിൽ എടുക്കാനായിട്ട് കിട്ടും. അതിന് ശേഷം 2 കൈയും വെച്ച് ഇതുപോലൊന്ന് ഷേപ്പാക്കി എടുത്തതിന് ശേഷം വീണ്ടും കൈയൊന്ന് നനച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ വളരെ സിമ്പിളല്ലേ ആക്കിയെടുക്കാനായിട്ട്. ഇനി സമയം കളയാണ്ട് നമുക്ക് എല്ലാം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ വറുക്കാനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന വട ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താൽ പുറത്തെ ലെയർ കരിഞ്ഞു പോവുകയും ചെയ്യും, ഉള്ളിൽ അങ്ങനെ കുക്കാവും ചെയ്യില്ല. ഇനി ഇത് നമുക്കൊരു നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ വടയൊക്കെ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്, ഉള്ളിലൊക്കെ നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ വടയും വറുത്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള എല്ലാ വടയും വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് കണ്ടാൽ തന്നെ അറിയാം പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, ഉള്ളിൽ അത്യാവശ്യം നല്ലപോലെ സോഫ്റ്റായിട്ടും വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തേങ്ങാ ചട്നി ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്നും പറയാറുള്ള പോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ സ്ക്രീനിൽ കാണുന്ന സബ്സ്ക്രൈബ് ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.